ഹലോ ഹായ്. അപ്പം നമ്മൾ കുറേ കാലമായി വീഡിയോസൊക്കെ നമ്മൾ വോയിസ് ഓവറിലൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നുങ്കിൻ്റെ ഒരു വെള്ളമാണ്. നമ്മൾ നുങ്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ. അപ്പം നമുക്ക് കുറച്ച് നുങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തമിഴ്നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ അതിന് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ നുങ്ക് വെച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ആദ്യം നുങ്കിൻ്റെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് ജസ്റ്റ് പാലും പഞ്ചസാരയും അങ്ങനത്തെ സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്തെങ്കിലും പുതിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ നട്ട്സൊക്കെ ഞാൻ അതിന് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് ഇത് നമ്മുടെ മറ്റേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇട്ടില്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു. ഇത് അവിടുത്തെ ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞു, അത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നു അവിടെ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം തണുത്തതിന് ശേഷം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ നട്ട്സുകളൊക്കെ പൊടിച്ച് അതിലിട്ട് പിന്നെ നമ്മൾ സാധാരണ പാലും കാര്യങ്ങളും ഒഴിച്ചാൽ സംഭവം ക്ലിയർ ആയിട്ടാണ്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ നുങ്കെന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം അത് തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ കേരളത്തിലും ഉണ്ട്, പക്ഷെ അവിടെ പോകുമ്പോൾ എപ്പോഴും അത് അവിടെ കൊണ്ടുവരാറുണ്ട് അവരുടെ വീട്ടിൽ. അതുകൊണ്ട് പിന്നെ അവർ ചൂടിന് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അത് അവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ അവൈലബിൾ ആവണതുകൊണ്ട് കഴിക്കണമെന്നുള്ളൂ. ഇവിടെ അങ്ങനെ കണ്ടിട്ടുണ്ട് തിരൂരിലൊക്കെ ഇരിക്കുന്നത്, പക്ഷെ അങ്ങനെ നമ്മളെ വീട്ടിൽ ആരും അങ്ങനെ മേടിച്ച് വരാറില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ നമ്മൾ തിരൂർ പോകുമ്പോൾ കാണുമ്പോൾ മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഞാൻ പാല് ചൂടും കാര്യങ്ങളും ചൂടാറി തണുത്ത പാലൊക്കെ ഒഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോഴാട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു മധുരത്തിന് വേണ്ടി ഞാൻ പിന്നെ കുറച്ചുകൂടെ മിൽക്ക് മേഡ് ഒഴിച്ചു. മിൽക്ക് മേഡ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, എന്നിട്ട് അത് ഫുള്ളായിട്ട് ഞാൻ ക്ലീനാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ പുതിർത്തി വെച്ചിരുന്നല്ലോ നമ്മുടെ ഈ സീഡ്, അതും കൂടെ നമ്മൾ അതിലിട്ടു കേട്ടോ. അപ്പം പിന്നെ അതിടയ്ക്ക് ഇതും പിന്നെ ഇതും കൂടെ കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ നല്ല രസമാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതിന് മുന്നേ ഞാൻ ഇതേപോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അതന്നെ ഒന്നുമില്ല അപ്ലോഡ്. അന്ന് ഞാൻ വേറെ ചിലക്ക ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.